അതായത് 2015 തുടങ്ങിയ പണപ്പെരുപ്പ കണക്കുകൾ, ആ കണക്ക് സീരീസിന്റെ ഈ 2025 ആയപ്പോഴത്തേക്കും, അതായത് 10 വർഷം ആയപ്പോഴേക്കും അന്ന് 2015 ഏറ്റവും താഴ്ന്ന ഉപഭോക്തൃ വില നിലവാരത്തിലേക്ക് ഇന്ത്യ മാറിയിരിക്കുകയാണ്. അത് തീർച്ചയായിട്ടും സന്തോഷകരമായ കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ഈ പണപ്പെരുപ്പ നിരക്ക് 0.25, അതായത് 0.25% 0.25% ആണ് ഉപഭോക്തൃ വില നിലവാരം. ആ തരത്തിലേക്ക് ഉപഭോക്തൃ വില നിലവാരം താഴാനുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം GST റീസ്ട്രക്ചറിംഗ് ആണ്. രണ്ടാമത്തെ കാരണം കാർഷിക മേഖലയിലുണ്ടായ വളർച്ചയാണ്. കാർഷിക മേഖലയിലുണ്ടായ വളർച്ച മൂലം ഭക്ഷ്യോൽപ്പന്നങ്ങൾ നമുക്ക് ചെലവ് കുറഞ്ഞ രീതിയിൽ ലഭ്യമാകുന്നു. ആ ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ തന്നെ തീരുവ, അതായത് നികുതി GST റീസ്ട്രക്ചറിങ്ങിൽ കുറഞ്ഞു എന്നതുകൊണ്ട് വീണ്ടും വില താഴ്ന്നു. അങ്ങനെയാണ് ഇത്രയും താഴ്ന്ന ഒരു വില, അതായത് 2015 ശേഷമുള്ള ഏറ്റവും താഴ്ന്ന വില നിലവാരത്തില് ഉപഭോക്തൃ വില നിലവാരം എത്തി നിൽക്കുന്നതിന്റെ കാരണം ഈ രണ്ടെണ്ണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. നമുക്ക് GST റീസ്ട്രക്ചറിങ് എങ്ങനെ സഹായിച്ചു എന്നൊന്ന് നോക്കാം. അതായത് GST റീസ്ട്രക്ചറിങ്, അതായത് നവരാത്രി, അതായത് സെപ്റ്റംബർ 22-നാണ് GST റീസ്ട്രക്ചറിങ് നിലവിൽ വരുന്നത്. ഒക്ടോബറിലെ പണപ്പെരുപ്പ നിരക്കാണ് ഇപ്പോൾ 0.25%. ഉപഭോക്തൃ വില നിലവാരം 0.25% എന്ന് പറയുന്നത് ഒക്ടോബറിലാണ്. അപ്പോൾ ഈ നവരാത്രിയുടെ അന്നായിരുന്നു GST റീസ്ട്രക്ചറിങ് നിലവിൽ വരുന്നത്. എന്ന് വെച്ചാൽ സെപ്റ്റംബർ 22 സെപ്റ്റംബർ 22 നിലവിൽ വന്നു. അതിന്റെ ഇമ്പാക്ട് ഒക്ടോബർ ആയപ്പോഴേക്കും കാണാൻ തുടങ്ങി, വിപണിയിൽ കാണാൻ തുടങ്ങി. അപ്പൊ എന്തായിരുന്നു GST റീസ്ട്രക്ചറിങ് എന്ന് പറയുന്നത്? അതായത് 28%, 18%, 12%, 5%. ഈ 5 പ്രധാനപ്പെട്ട നിരക്കുകൾ, അതിന് താഴെ സ്വർണത്തിന് 3%, അൺകട്ട് ഡയമണ്ട്സിന് 0.25%, അങ്ങനെ ചില നിരക്കുകളുണ്ട്. അത് അവിടെ നിൽക്കട്ടെ. അതല്ലാതെ സാധാരണ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഉപഭോക്തൃ ഉൽപ്പന്നങ്ങളുടെ നിരക്കുകളാണ് ഈ പ്രധാനപ്പെട്ട 4 നിരക്കുകൾ. 28% നികുതി ഭയങ്കര ലക്ഷറി ആയിട്ടുള്ള വലിയ ലക്ഷറി ഐറ്റംസിന്, അത് കഴിഞ്ഞാൽ 18% നികുതി അത് സെമി ലക്ഷറി ഐറ്റംസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഫോർ എക്സാമ്പിൾ ഫ്രിഡ്ജ്, TV, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഒക്കെയാണ് ഈ ഗണത്തിൽ വരിക. അത് താഴെ നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളിൽ തന്നെ വില കൂടിയവ, അതാണ് 12% നികുതി ഉണ്ടായിരുന്നത്. പിന്നെ നിത്യോപയോഗ സാധനങ്ങൾ, അതായത് അൺപാക്കറ്റഡ് ആയിട്ടുള്ള, അൺപാക്കറ്റഡ് ആണ്, അതേ സമയം തന്നെ ഏറ്റവും സർവ്വസാധാരണമായിട്ട് ലഭിക്കുന്നതും ആവശ്യമുള്ളതുമായ ഉൽപ്പന്നങ്ങൾ, അത്തരം ഉൽപ്പന്നങ്ങളാണ് 5% നികുതി GSTയിലുള്ളത്. ഇനി 0 നികുതിയുള്ള ഉൽപ്പന്നങ്ങളുണ്ട്, അത് അൺപാക്ഡ് ആയിരിക്കും. അങ്ങനെ ഉദാഹരണത്തിന് പാക്കറ്റഡ് അല്ലാത്ത ഉപ്പ് ഒരു ഉദാഹരണമായിട്ട് നമുക്ക് എടുക്കാം. അപ്പം അങ്ങനെ, അതായത് അപ്പം നമ്മൾ കണക്കിലെടുക്കേണ്ടത് 28%, 18%, 12%, 5%, ഈ 4 നിരക്കുകളെയാണ് കണക്കിലെടുക്കേണ്ടത്. എന്താണ് ഈ കഴിഞ്ഞ ഇൻഡിപെൻഡൻസ് ഡേയുടെ അന്ന് പ്രധാനമന്ത്രി ഒരു അനൗൺസ്മെന്റ് വഴിയായിട്ട് ചെയ്തത്? 28% ഉണ്ടായിരുന്ന ഉൽപ്പന്നങ്ങളെ മുഴുവനും 18% മാറ്റുന്നു. മുഴുവനും എന്ന് പറഞ്ഞാല് ചില സിൻ ഗുഡ്സ്, പാപ ഉൽപ്പന്നങ്ങൾ എന്ന് വെച്ചാൽ മദ്യം, മയക്കുമരുന്ന്, പിന്നെ പാൻ മസാല, ഇങ്ങനെയുള്ള ചില ഉൽപ്പന്നങ്ങൾ, മദ്യം, ഇങ്ങനെയുള്ള ചില ഉൽപ്പന്നങ്ങളെ മാത്രം 40% നികുതിയിലേക്ക് ഉയർത്തിയിട്ട് ബാക്കി 28% ഉണ്ടായിരുന്ന ലക്ഷറി ഐറ്റംസ് മുഴുവനും 18% മാറ്റി. 18% ഉണ്ടായിരുന്ന ലക്ഷറി ഐറ്റംസ് മുഴുവനും 99%, മുഴുവൻ എന്ന് പറയുന്നില്ല, 99% 5% മാറ്റി. കാരണം 12% അപ്പാടെ എടുത്തു കളഞ്ഞു. 12% ഉണ്ടായിരുന്നത് 99% 5% മാറ്റി. പിന്നെ ഈ 18-ലും 12-ലും പെട്ട ഓരോ ശതമാനം അത് ഇല്ലാതെ, നികുതി ഇല്ലാതെ പല മരുന്നുകളും നികുതി പൂർണ്ണമായിട്ടും ഇല്ലാതെയാക്കി. അങ്ങനെയുള്ള പല ഉൽപ്പന്നങ്ങളും, സാധാരണക്കാർ ഉപയോഗിക്കുന്നതും അത്യാവശ്യമുള്ളതുമായ പല ഉൽപ്പന്നങ്ങളും നികുതി രഹിതമാക്കി. വലിയ വ്യത്യാസമല്ലേ വിലയിൽ വരിക? അപ്പോ
18% നികുതി കൊടുക്കേണ്ടിയിരുന്നത് 5% നികുതിയിലേക്ക് പോകുന്നു. 12% നികുതി കൊടുക്കേണ്ടിയിരുന്നത് 5% നികുതിയിലേക്ക് പോകുന്നു. അതുപോലെ 28% നികുതി കൊടുക്കേണ്ടിയിരുന്നത് 18%ത്തിലേക്ക് പോകുന്നു. എന്ന് വെച്ചാൽ വലിയ കിഴിവാണ് അവിടെ സംഭവിക്കുക. അതുകൊണ്ടാണ് ഈ വിലക്കയറ്റ തോത് ഇത്ര അധികമായിട്ട് താഴേക്ക് വന്നത്. അതായത് പിന്നെ ഉൽപ്പന്നങ്ങളുടെ GST ഉണ്ടായ കുറവ്. അപ്പൊ എന്തുകൊണ്ടാ ഇത് ഗവൺമെന്റ് നേരത്തെ ചെയ്യാതിരുന്നത്? ആ ഒരു ചോദ്യം ഉയരുന്നുണ്ട്. ഒരു പക്ഷെ എക്സ്പീരിയൻസ് ഇല്ലാതിരുന്നത് കൊണ്ടാകാം. എന്തായാലും GST നടപ്പിലാക്കിയ കാലം മുതൽ നമ്മുടെ പാർത്ഥസാരഥി ഷോം കേട്ടിട്ടുണ്ടാകും. അദ്ദേഹം ഒരു ഇന്റർനാഷണൽ ടാക്സ് എക്സ്പെർട്ട് ആണ്, ഇന്ത്യക്കാരനാണ്. ഇന്ത്യയിലും വാല്യൂ ആഡഡ് ടാക്സ് ഒക്കെ കൊണ്ടുവരുന്നതിന് മുൻപ്, അതുപോലെ ഈ GST കൊണ്ടുവരുന്നതിന് മുൻപ് പാർത്ഥസാരഥി ഷോം കമ്മിറ്റി ഫോം ചെയ്തിരുന്നു. ആ കമ്മിറ്റി പറഞ്ഞിരുന്നത് GST കൊണ്ടുവരുമ്പോൾ 2-ലധികം നിരക്കുകൾ ഉണ്ടാകരുത്. അത് ഒരു പവർഫുൾ ആയിട്ടുള്ള GST സമ്പ്രദായം ആയിരിക്കത്തില്ല. അപ്പൊ 2 നിരക്കുകളെ ഉണ്ടാക്കാവൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അദ്ദേഹത്തിന്റെ ഡെവലപ്മെന്റ് ആൻഡ് ടാക്സേഷൻ എന്ന് പറഞ്ഞ പുസ്തകം ഇവിടെ ഇരിപ്പുണ്ട്. അതിന്റെ പേജ് 171 എടുത്ത് നിങ്ങൾ നോക്കണം വെബ്സൈറ്റിൽ. പേജ് 171. അതിലെന്താ അദ്ദേഹം പറയുന്നത്? ഇഫ് പെട്രോളിയം ഈസ് ഔട്ട് ഇറ്റ് ഈസ് നോട്ട് GST. അതായത് GSTക്കകത്ത് പെട്രോളിനെ കയറ്റിയിട്ടില്ലെങ്കിൽ ആ GST അല്ലെന്നാണ് പാർത്ഥസാരഥി ഷോം പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? നിങ്ങളത് ചിന്തിച്ചു നോക്കിയോ? അദ്ദേഹം അങ്ങനെ പറഞ്ഞത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഓരോ ഉൽപ്പന്നത്തിന്റെ വിലയിലും കുടിയേറുന്ന സാധനമാണ്. കാരണം നമുക്ക് ആവശ്യമുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ 80% മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുകയാണ്, ഇറക്കുമതി ചെയ്യുകയാണ്. അങ്ങനെ ഇറക്കുമതി ചെയ്ത് നമ്മുടെ തന്നെ ഇന്ത്യയിലെ തന്നെ ഓയിൽ കമ്പനികളിലൂടെ അതിനെ ശുദ്ധീകരിച്ച് അതിന് വേറെ ബൈ പ്രോഡക്ട്സും ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ശുദ്ധീകരിച്ച ഓയിൽ, പെട്രോൾ, ഡീസൽ, ഇത്തരം ഉൽപ്പന്നങ്ങൾ. അങ്ങനെയാണ് ഇന്ത്യയുടെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ആവശ്യം നികത്തുന്നത്. അപ്പോൾ ഈ കൊണ്ടുവരുന്ന ഇറക്കുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിലിനെ GSTക്കകത്ത് കയറ്റിയാല് അത് 5% മറ്റും ഇടുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ എത്രയാ കൊടുത്തുകൊണ്ടിരിക്കുന്നത് GST? 108 രൂപയൊക്കെയാണ് 1 ലിറ്റർ വില. അപ്പൊ അതിനകത്ത് എത്ര ശതമാനമാണ്? അതിനകത്തൊരു 30-35% വരെയും GST ആണുള്ളത്. GST അല്ല, നികുതിയാണുള്ളത്. പക്ഷെ അത് GST എന്ന പേരിലല്ലെന്ന് മാത്രം. അതായത് കേന്ദ്രം നികുതി ചുമത്തുന്നു, അത് കഴിഞ്ഞ് സംസ്ഥാനം നികുതി ചുമത്തുന്നു, അതിന്റെ മുകളില് കേന്ദ്രം സെസ് ചുമത്തും, സംസ്ഥാനം സെസ് ചുമത്തും. ഇതാണ് അവസ്ഥ. അപ്പം ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് അന്ന് പാർത്ഥസാരഥി ഷോം പറഞ്ഞത് ഇഫ് പെട്രോളിയം ഈസ് ഔട്ട് ഇറ്റ് ഈസ് നോട്ട് GST എന്ന് പറഞ്ഞത്. അതായത് പെട്രോളിയം GSTക്കകത്ത് കൊണ്ടുവരണം എന്നാണ് അദ്ദേഹം നിർബന്ധപൂർവ്വം പറഞ്ഞത്. അപ്പൊ ഇപ്പോ ഈ GST ഒന്ന് റീസ്ട്രക്ചർ ചെയ്ത് 2 നിരക്കുകളായി, പ്രധാനപ്പെട്ട 2 നിരക്കുകളേ ഉള്ളൂ എന്നുള്ളത് പാർത്ഥസാരഥി ഷോമിന്റെ ഒക്കെ റെക്കമെൻഡേഷൻ അനുസരിച്ച്, GST കൗൺസിലിന്റെ റെക്കമെൻഡേഷൻ അനുസരിച്ച് മറ്റ് ലോകരാജ്യങ്ങളില് GST നടപ്പിലാക്കിയിട്ടുള്ള ലോകരാജ്യങ്ങളിലൊക്കെ 2 നിരക്ക് ഒക്കെ ഉള്ളൂ. അതായത് ടാക്സേഷൻ എളുപ്പമാക്കാനായിട്ട് നികുതി കൊടുക്കുന്നവർക്കും നികുതി പിരിക്കുന്നവർക്കും ഈ നികുതി ഘടന എളുപ്പമാക്കാനാണ് GSTയുടെ സ്ട്രക്ചർ ഈ 2 പ്രധാനപ്പെട്ട നികുതികൾ മാത്രമായിട്ട് കുറയ്ക്കുന്നത്. അപ്പൊ അങ്ങനെ കൊണ്ടുവന്ന ആ നികുതി സമ്പ്രദായത്തിലാണ്. അപ്പൊ ആ നികുതി റീസ്ട്രക്ചറിങ് എന്തായാലും GSTക്കകത്ത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇപ്പോഴും കൊണ്ടുവന്നിട്ടില്ല. പക്ഷേ ഒരു റീസ്ട്രക്ചറിങ് ഉണ്ടായി. ആ റീസ്ട്രക്ചറിങ്ങിന്റെ ഇമ്പാക്റ്റ് ആണ് വിലയിൽ വന്ന് ഇപ്പൊ നമ്മൾ കാണുന്ന ഈ പ്രധാനപ്പെട്ട വില കുറയാൻ 0.25% ഉപഭോക്തൃ വിലകൾ വരാനായിട്ട്. അത് പാർത്ഥസാരഥി ഷോം പറഞ്ഞതിന്റെ വളരെ കൃത്യമായ തെളിവാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. അതായത് നാം ഉപയോഗിക്കുന്ന സമസ്ത ഉൽപ്പന്നങ്ങളുടെയും ട്രാൻസ്പോർട്ടേഷനിലും ഒക്കെ ഇന്ധനം, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കടന്നു വരുന്നു. അപ്പൊ അതിന്റെ വില ഉണ്ടായിട്ട് പോലും ഈ GST കുറവ് ചെയ്തപ്പോഴേക്കും വിലകൾ താനെ കുറഞ്ഞ് 0.25%ലേക്ക് ഉപഭോക്തൃ വില നിലവാരം എത്തി എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഈ വേറെയും കാരണങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉൽപാദനത്തിലുണ്ടായ, അതായത് ഭക്ഷ്യോൽപ്പന്ന രംഗത്തുണ്ടായ കുതിപ്പ്, ഈ വർഷം ഉണ്ടായ കുതിപ്പ് ഇതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ്. അപ്പോ ഓൾ ഇന്ത്യ തലത്തില്
ഉപഭോക്തൃ വില 0.25% ആയിട്ട് ഇരിക്കുന്നു എന്ന് പറയുമ്പോഴും കേരളത്തിലേക്ക് വരുമ്പോൾ നമ്മളെ ഭയപ്പെടുത്തത്തക്ക രീതിയിൽ ഇപ്പോഴും വിലകൾ ഉയർന്നു തന്നെ നിൽക്കുകയാണ്. 8.56% കേരളത്തിലെ വിലപ്പെരുപ്പ നിരക്ക്. അപ്പോൾ ഈ കേരളത്തിലെ വിലക്കയറ്റ നിരക്ക് കഴിഞ്ഞ സെപ്റ്റംബറിലെ 9.05%. അതാണ് ഇപ്പോ 8.56% കുറഞ്ഞിരിക്കുന്നത്. അത് തന്നെ ഗ്രാമ നഗര വ്യത്യാസമുണ്ട്. ശരാശരി വിലക്കയറ്റ നിരക്ക് 8.56% ഗ്രാമങ്ങളിൽ അത് 6.51%, നഗരങ്ങളിൽ 9.64% ശരാശരി എടുക്കുമ്പോൾ 8.56%. ഇപ്പൊ എന്തുകൊണ്ടാണ് കേരളത്തിൽ മാത്രം ഓൾ ഇന്ത്യ, ഇനി കേരളത്തിനേക്കാൾ, അതായത് ഓൾ ഇന്ത്യ തലത്തിൽ 0.25% എന്ന് പറഞ്ഞു, അതിൽ തന്നെ ഓൾ ഇന്ത്യ തലത്തില് ഗ്രാമങ്ങളിൽ എത്രയാണ്? 25% തന്നെ. നഗരങ്ങളിലോ 0.88%, അതായത് 1% താഴെ, 0.88% നഗരങ്ങളില്. ഇനി കേരളത്തിലെ ശരാശരി 8.56, ഗ്രാമങ്ങളിൽ 6.51, നഗരങ്ങളിൽ 9.64%. ഇനി നമുക്ക് സംസ്ഥാനങ്ങൾ ഏറ്റവും മുന്നിലുള്ള സംസ്ഥാനം കേരളമാണ്. കേരളം കഴിഞ്ഞാല് കർണാടകയിൽ എത്രയാണെന്നല്ലേ? 2.34. അതായത് ഒന്നാം സ്ഥാനത്തുള്ള കേരളത്തിലെ 8.56% വില കയറ്റ നിരക്ക്. അതേസമയത്ത് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന കർണാടകത്തില് 2.34%. എന്തൊരു അന്തരമുണ്ടെന്ന് നമ്മൾ നോക്കണം വിലക്കയറ്റത്തില്. പിന്നെ പഞ്ചാബിൽ 1.81% ഉള്ളൂ. ഹിമാചൽ പ്രദേശ് 1.24%. 12 സംസ്ഥാനങ്ങളിൽ നെഗറ്റീവ് അഥവാ മൈനസ് ആണ് പിന്നെ ഉപഭോക്തൃ വില നിലവാരം. അപ്പൊ എന്തുകൊണ്ടാണ് കേരളത്തിൽ മാത്രം ഇത്ര ഉയർന്ന വില നിൽക്കുന്നത്? അതിന്റെ പല കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, നമ്മുടെ ഉപഭോക്തൃ ഉൽപ്പന്നങ്ങളിൽ 80%-ലധികവും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് നാം ഇറക്കുമതി ചെയ്യുകയാണ്. അപ്പൊ ഇറക്കുമതി തീരുവ ഒരു വശത്ത്, അതായത് ഇറക്കുമതി തീരുവ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള നികുതികള്, കയറ്റിറക്ക് കൂലികള്, അങ്ങനെ എല്ലാ തരത്തിലുള്ള ചെലവുകളും കൂടി ഈ വിലയിൽ വരുന്നു. അത് കൂടാതെ തന്നെ അങ്ങനെയുള്ള വിലകൾ കൂടാതെ തന്നെ ഇവിടേക്ക് വന്നു കഴിയുമ്പോൾ വ്യാപാരികളും വ്യവസായികളും അവരുടേതായ രീതിയിൽ വില ഉയർത്തുകയും ഒക്കെ ചെയ്യുന്നു. ഇതും കൂടാതെ പൂഴ്ത്തിവയ്പ്, അതായത് എന്തെങ്കിലും ഒരു ഉൽപ്പന്നത്തിന് വില കയറ്റം ഉണ്ടായേക്കാം എന്ന് തോന്നിയാൽ ഉടനെ അത് പൂഴ്ത്തിവയ്ക്കുമ്പം നാച്ചുറലി അതിന്റെ വില വിപണിയിൽ വർദ്ധിക്കും. അങ്ങനെ വിപണിയിൽ വില വർദ്ധിച്ചു കഴിയുമ്പോഴായിരിക്കും ആ പൂഴ്ത്തി വെച്ചിരിക്കുന്നത് പുറത്തിറക്കുക. അതിന്റെ ലാഭമൊക്കെ അവരെടുക്കും. അങ്ങനെ അത് കൂടാതെ ഒരു വളരെ പ്രധാനപ്പെട്ട കാരണം നമുക്കിവിടെ കണ്ടെത്താൻ സാധിക്കുന്നത്, നമ്മുടെ കേരളീയർ മാത്രമല്ലോ കേരളത്തിലെ ഉപഭോക്തൃ ശൃംഖലയിൽ ഉള്ളത്. 40 ലക്ഷത്തിലേറെ അന്യസംസ്ഥാന തൊഴിലാളികളാണ് കേരളത്തിലെ ഓരോ അനുദിനം താമസിച്ച് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവർക്ക് കിട്ടുന്ന വേതനം എത്രയാണ്? 1250 രൂപ, 1300 രൂപ, 1400 ഈ തരത്തിൽ പോകും അവരുടെ കൂലി. അങ്ങനെ കിട്ടുന്ന കൂലിയിൽ നിന്ന് ഒരു ഭാഗം മാത്രം അവരുടെ നിദാന ചെലവുകൾക്ക് വേണ്ടി ഇവിടെ ചെലവഴിക്കുന്നു. ബാക്കി മുഴുവനും ഇവിടുന്ന് അവരുടെ നാട്ടിലേക്ക് അയക്കുകയാണ്. അതപ്പോ നമ്മുടെ വിലക്കയറ്റം വർദ്ധിപ്പിക്കത്തില്ല. പക്ഷെ അവരിവിടെ ഈ 40 ലക്ഷത്തിലേറെ തൊഴിലാളികൾ കേരളത്തിൽ താമസിച്ച് അവരുടെ ഉപജീവനം നടത്തുന്നു എന്ന് പറഞ്ഞാല് അവരുടെ ചെലവുകൾ ചെലവഴിക്കുന്നു, അവർ വിപണിയെ സ്വാധീനിക്കുന്നു. അവരുടെ ഡിമാൻഡ് നമ്മുടെ വിപണിയിൽ തന്നെയാണ്. നമ്മുടെ കേരളീയരുടെ ഡിമാൻഡിനോട് ചേർന്ന് പോകുന്നതാണ് അവരുടെ ഡിമാൻഡ്. അപ്പോൾ നമ്മുടെ വിപണിയിലെ ഡിമാൻഡ് നില എപ്പോഴും മറ്റ് സംസ്ഥാനങ്ങളിനേക്കാൾ ഉയർന്നു നിൽക്കും. അതുകൊണ്ടാണ് ഒരു വളരെ പ്രധാനപ്പെട്ട കാരണമാണ് ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ ഇത്രയേറെ ഉള്ളത്. അപ്പൊ നമ്മൾ ആലോചിക്കണം, ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ ഇത്രയും പേരുണ്ടായിട്ട് ഇവിടെ തൊഴിൽ ചെയ്യുമ്പോൾ നമ്മുടെ യുവജനങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു? അവരെന്താ ജോലി ചെയ്യാത്തത്? അവർക്കെന്താ ചെയ്താല്? അതായത് ഇവിടെ 10ാം ക്ലാസ് കഴിഞ്ഞാല്
പിന്നെ 10ാം ക്ലാസ് എന്നല്ല പറയേണ്ടത്, ശരിക്കും 8ാം ക്ലാസ് കഴിഞ്ഞാൽ എന്നാ പറയേണ്ടത്. കഴിഞ്ഞാൽ പിന്നെ വൈറ്റ് കോളർ ജോബ് മതി എന്ന തരത്തിലാണ് ചിന്തകൾ, ഇവിടുത്തെ യുവജനങ്ങളുടെ ചിന്തകൾ. ഏത് ജോലിയും ഏത് വ്യക്തിക്കും അവന് ആരോഗ്യപരമായിട്ട് പറ്റുമെങ്കിൽ ചെയ്താൽ അത് അന്തസ്സാണ്. സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുന്നു എന്നുള്ളത് അന്തസ്സാണ്. ആ ചിന്ത എന്തുകൊണ്ടാണ് മലയാളികൾക്ക് ഇല്ലാതെ പോകുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. അതുകൊണ്ടാണ് ഈ 40 ഇവര് വന്നിട്ട് ഇവിടെ എന്താ ചെയ്യുക? അതായത് തെങ്ങിന്റെ ചുവട് കിളയ്ക്കാൻ അവർക്കറിയത്തില്ല. അത് നമ്മുടെ തെങ്ങിന്റെ ഒക്കെ ഉൽപാദനക്ഷമത ഇപ്പൊ ഈ കേരളത്തിലെ വിലക്കയറ്റത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം വെളിച്ചെണ്ണയുടെ വില, തേങ്ങയുടെയും വെളിച്ചെണ്ണയുടെയും വിലക്കയറ്റമാണ്. ആ വിലക്കയറ്റത്തിന്റെ കാരണം എന്താണ്? ഏറ്റവും കൂടുതൽ ഏരിയയിൽ തെങ്ങ് കൃഷി ചെയ്തിരിക്കുന്ന കേരളം ഇപ്പോ 3ാം സ്ഥാനത്താണ് ഉൽപാദനത്തില്. തേങ്ങ ഉൽപാദനത്തില് ഇന്ത്യയിലെ 3ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമായിട്ട് കേരളം മാറിയിരിക്കുകയാണ്, താഴ്ന്നു പോയിരിക്കുകയാണ്. അതായത് ഉൽപാദനക്ഷമത തീരെ പോയി. വേണ്ടത്ര, അതായത് മലയാളികളായിട്ടുള്ള ജോലിക്കാര് തെങ്ങിന്റെ മൂട് കിളയ്ക്കുക, വളമിടുക, ഇതൊക്കെ ചെയ്തിരുന്ന സമയത്ത് അതിന് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്ന് കൃത്യതയോടെ അറിഞ്ഞ് വൃത്തിയായി ചെയ്യുമായിരുന്നു. ഇപ്പോ ചെയ്യുന്ന ഈ ബംഗാളികൾ വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പോകും. അതൊന്നും തെങ്ങിന്റെ സാമ്പ്രദായിക രീതിക്ക് അനുസരിച്ചല്ല. അതുകൊണ്ടാണ് തെങ്ങിന്റെ ഉൽപാദനക്ഷമത, പിന്നെ രോഗശമനത്തിനുള്ള നടപടികൾ ഒന്നും എടുക്കുന്നില്ല. അപ്പൊ ഇതൊക്കെയാണ് കേരളത്തിന്റെ ഈ വിലക്കയറ്റത്തിന്റെ ഒരു കാരണമാണ്. തേങ്ങയുടെ വെളിച്ചെണ്ണയുടെ ഒക്കെ വില ഇത്രയധികം ഉയർന്നു നിൽക്കുന്നത്. പിന്നെ ഈ തൊഴിലാളികളുടെ ഉപഭോഗം, അതായത് അന്യസംസ്ഥാന തൊഴിലാളികൾ 40 ലക്ഷത്തിലേറെ പേർ ഇവിടെ ഉണ്ട് എന്നുള്ളത് ആ ഉപഭോഗ തീവ്രത വർദ്ധിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ വിലക്കയറ്റവും ഇവിടെ കൂടി നിൽക്കുന്നു. അപ്പം കേരളത്തിനെ രക്ഷപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ കേരളത്തിൽ തന്നെ, അതായത് ഈ വന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ ആരുമാകട്ടെ, നമുക്കുള്ള ഭൂമി തരിശിടാതെ ആ ഭൂമി നല്ലവണ്ണം കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നതൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഉപഭോക്തൃ വിലകൾ ഇതിനേക്കാൾ താഴേക്ക് വരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇനി ഉപഭോക്തൃ വില 0.25% എത്തി നിൽക്കുന്നത് കൊണ്ട് ഒരു പക്ഷേ അടുത്ത മോണിറ്ററി പോളിസി കമ്മിറ്റി, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി കൂടിയാണ് ബാങ്ക് വായ്പയുടെ ഒക്കെ ഇൻട്രസ്റ്റ് കുറയ്ക്കണോ കൂട്ടണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. അപ്പൊ ഇപ്പൊ ഉപഭോക്തൃ വില 15 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലവാരത്തിലാണ് എത്തി നിൽക്കുന്നത്. അങ്ങനെ ആ നിലവാരത്തിലേക്ക് എത്തി നിൽക്കുന്നത് കൊണ്ട് തന്നെ മിക്കവാറും അടുത്ത വട്ടം മോണിറ്ററി പോളിസി കമ്മിറ്റി കൂടുമ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയ്ക്കാനുള്ള തീരുമാനത്തിലേക്ക് റിസർവ് ബാങ്കും മോണിറ്ററി പോളിസി കമ്മിറ്റിയും നീങ്ങിയേക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ കൂടുതൽ വായ്പകൾ കൊടുക്കപ്പെടും. അതുപോലെ കൂടുതൽ വായ്പകൾ കൊടുക്കപ്പെടുമെങ്കിലും ഡെപ്പോസിറ്റ്സ് ബാങ്കിലേക്ക് വരുന്നത് കുറയാനും സാധ്യതയുണ്ട്. കാരണം ഈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയ്ക്കുമ്പോൾ ഡെപ്പോസിറ്റ് റേറ്റ്സും സാധാരണ രീതിയിൽ ബാങ്കുകൾ കുറയ്ക്കും. അപ്പോൾ ഡെപ്പോസിറ്റേഴ്സിന് വേണ്ടത്ര വരുമാനം കിട്ടില്ല. അങ്ങനെ ആ അപകടത്തിൽ, ആ സാഹചര്യത്തിൽ അവര് പിന്നെ പോപ്പുലർ ഫിനാൻസ്, നമുക്കറിയാം 2000 കോടി കൊണ്ട് മുങ്ങിയ പോപ്പുലർ ഫിനാൻസിനെ വരുതിക്ക് നിർത്താനായിട്ട് ഗവൺമെന്റ് പോലും വേണ്ടത്ര ശ്രദ്ധ ചെലുത്തിയിട്ടേ ഇല്ല. ഗവൺമെന്റ് പോലും കോടതിയുടെ വിധിയെ മാനിച്ച് വേണ്ടത്ര നടപടികൾ സ്വീകരിച്ചില്ല എന്ന് പിന്നെ ഹൈക്കോടതിയാണ് ഇന്നലെ കുറ്റപ്പെടുത്തുന്നത് നമ്മൾ കേട്ടത്. അപ്പം നമ്മുടെ പണം കൊണ്ടുപോയി, അതായത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയ്ക്കുന്ന പക്ഷം ബാങ്ക് റേറ്റും കുറഞ്ഞേക്കാം, അതായത് ഡെപ്പോസിറ്റ് റേറ്റും കുറഞ്ഞേക്കാം. അപ്പോൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് കാര്യമില്ല, എന്നാൽ ഇത് പ്രൈവറ്റ് ഫിനാൻസിയേഴ്സിന് കൊടുത്തേക്കാം എന്ന് വിചാരിച്ച് കൊണ്ടുപോയി ഇട്ടാല് നമ്മൾ പോപ്പുലർ ഫിനാൻസ് പോലെയുള്ള അപകടങ്ങളിൽ ചെന്ന് പെടും എന്നുള്ളത് പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാണ്. എന്നിട്ട് വേണം നമ്മുടെ ഈ ഫിനാൻഷ്യൽ ലിറ്ററസി, അതായത് നമുക്ക് ഫിനാൻഷ്യൽ ലിറ്ററസി നല്ലവണ്ണം സ്വായത്തമാക്കാൻ പറ്റണം. ഫിനാൻഷ്യൽ ലിറ്ററസി സ്വായത്തമാക്കിയാൽ മാത്രമേ, അതായത് എന്തെങ്കിലും തരാം, വലിയ വരുമാനമൊക്കെ ഓഫർ ചെയ്യും, പക്ഷെ അവസാനം വരുമ്പോൾ നമ്മൾ കബളിപ്പിക്കപ്പെടും. അങ്ങനെ കബളിപ്പിക്കപ്പെടാതിരിക്കണമെന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ മ്യൂച്വൽ ഫണ്ട്സിലോ അല്ലെങ്കിൽ ബാങ്കിങ് സിസ്റ്റത്തിൽ തന്നെയോ നമ്മുടെ ഫണ്ട് വിനിയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. മ്യൂച്വൽ ഫണ്ട്സിലാണെങ്കിലുള്ള ഗുണം, മ്യൂച്വൽ ഫണ്ട്സ് തന്നെ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്സ് ഡൈവേഴ്സിഫൈ ചെയ്ത് പല ലെവലിലേക്ക്, പല തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടുകളിലേക്കോ ഇൻവെസ്റ്റ്മെന്റ്സിലേക്കോ ഒക്കെ ആയിട്ട് നിക്ഷേപിക്കും. അപ്പം ഒരിടത്തുനിന്ന് നഷ്ടം വന്നാൽ വേറൊരിടത്തുനിന്ന് ലാഭം വരും. അങ്ങനെ നമുക്ക് ആശ്വാസകരമായ ഒരു അവസ്ഥയിൽ പോകാൻ പറ്റും. ബാങ്ക് ഡെപ്പോസിറ്റ് ആണെങ്കിൽ നമുക്ക് പറഞ്ഞ ഡെപ്പോസിറ്റ് റേറ്റ് കൃത്യമായിട്ടും കിട്ടും, പക്ഷെ വലിയ നേട്ടമൊന്നും പ്രതീക്ഷിക്കാൻ ഒക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തായാലും
ഈ വില കയറ്റ നിരക്കിനെ നിയന്ത്രിക്കാൻ കേരളത്തിന് കഴിയണം. കേരളത്തിന് അത് കഴിയണമെങ്കിൽ കേരളത്തിലുള്ള ഭൂമി ഉപഭോക്തൃ മേഖലയിലേക്ക് വരുന്ന ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കണം എല്ലാത്തിനും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഉപഭോക്തൃ വിലകൾ ഇത്ര ഉയർന്നിരിക്കാൻ മറ്റൊരു കാരണം, നാം ഈ അഡ്വർടൈസ്മെന്റ്സ് എല്ലാം കണ്ട് അവിടെ അതിന്റെ പുറകെ പോയി, അതായത് ഇപ്പൊ കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവലാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോഴും ഒരുപാട് ഇൻസെന്റീവ്സ്, ഒരുപാട് കമ്പനികൾ വന്ന് അയ്യോ ഞങ്ങൾ വെറുതെ തരാം, ഞങ്ങൾ വലിയ വിലയ്ക്ക് മേടിച്ചത് നിങ്ങൾക്ക് വെറുതെ തരികയാണ്, അല്ലെങ്കിൽ 25% വിലയ്ക്ക് തരികയാണ്. ശുദ്ധ കള്ളമാണ് പറയുന്നത്. ഈ കള്ളമെല്ലാം കേട്ട് അഡ്വർടൈസ്മെന്റിനെ ഉപയോഗിക്കുന്നതോ വലിയ സെലിബ്രിറ്റീസിനെ ഉപയോഗിക്കുന്നത്. ഈ സെലിബ്രിറ്റീസ് ഒക്കെ വന്ന് ഇങ്ങനെ കള്ളം പറഞ്ഞ് പറ്റിക്കുന്നതിന് അവർക്കൊക്കെ പേരിൽ കേസ് എടുക്കണം എന്നുള്ള അഭിപ്രായക്കാരിയാണ് ഞാൻ. അതായത് സാധാരണ ജനങ്ങളെ പറഞ്ഞ് പറ്റിക്കുകയാണ് ഈ സെലിബ്രിറ്റീസ്. അവര് കോടികളോ ലക്ഷങ്ങളോ കോടികളോ ഈ അഡ്വർടൈസ്മെന്റിന് സഹായം ചെയ്തു കൊടുത്തുകൊണ്ട് അഡ്വർടൈസറായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് മേടിക്കുകയാണ്, പോക്കറ്റിലാക്കുകയാണ്. അങ്ങനെ പോക്കറ്റിലാക്കിയിട്ട് നമ്മളെ നിർധനരാക്കുന്നു. അതായത് ക്വാളിറ്റി കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ അതിന്റെ ഉൽപാദന ചെലവിനേക്കാൾ വലിയ വില കൊടുത്താണ് നമ്മൾ വാങ്ങിക്കുന്നത്. കമ്പനി പറയുന്നു ഞങ്ങള് 25% വിലക്കാണ്, 15% വിലക്കാണെന്നൊക്കെ പറയുമെങ്കിലും യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് അവരുടെ ഉൽപാദന ചെലവിനേക്കാൾ വളരെ ഉയർന്ന വിലക്കാണ് ആ ഉൽപ്പന്നങ്ങൾ നമ്മളിലേക്ക് കെട്ടിയേൽപ്പിക്കുന്നത്. അതൊക്കെ ഈ അഡ്വർടൈസ്മെന്റ് കൊണ്ടാണ്. അപ്പൊ ഈ അഡ്വർടൈസ്മെന്റ് ചാർജ് ഒക്കെ ഈ ഉൽപ്പന്നത്തിന്റെ വിലയിൽ വരികയാണ്. അങ്ങനെയും ഈ അഡ്വർടൈസ്മെന്റ് ചാർജ് ഉൽപ്പന്നങ്ങളുടെ വിലയിൽ വരുന്നത് കൊണ്ടുകൂടി നമ്മുടെ റീറ്റെയിൽ പ്രൈസസ്, കേരളത്തിലെ റീറ്റെയിൽ പ്രൈസസ് ഓൾ ഇന്ത്യ തലത്തിലെ റീറ്റെയിൽ പ്രൈസസിനേക്കാൾ ഒരുപാട് ഉയർന്നു നിൽക്കാൻ കാരണമുണ്ട്. അപ്പം മലയാളികള് യുക്തിസഹമായിട്ട് ചിന്തിക്കുകയും ഈ അഡ്വർടൈസ്മെന്റിന്റെ പിന്നാലെ പോയി സെലിബ്രിറ്റീസ് പറയുന്ന അബദ്ധങ്ങളൊക്കെ ശരിയാണ്, സുബദ്ധങ്ങളാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് അതിനനുസരിച്ച് നമ്മുടെ ഉപഭോക്തൃ നിലവാരത്തെ താഴ്ത്തി കളയുകയും ചെയ്യാതെ നമുക്ക് നമ്മുടേതായ ഒരു നിലവാരം വേണം, ഒരു വിലയിരുത്തൽ വേണം. ഏത് ഉൽപ്പന്നത്തിനാണെങ്കിൽ നിങ്ങൾ ഹിന്ദു അതിന്റെ സയൻസ് സ്പീക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു കോളമുണ്ട്, ആഴ്ചയിൽ ഒരിക്കൽ വരുന്ന ഒരു സയന്റിസ്റ്റുകളാണ് അതിൽ എഴുതുന്നത്. അതൊക്കെ ഒന്ന് വായിച്ച് നോക്കണം. അതൊക്കെ വായിച്ചു നോക്കുമ്പോൾ അറിയാം നമുക്ക് നമ്മുടെ മലയാളികളുടെ കൺസംഷൻ നിലവാരം, ഉപഭോക്തൃ നിലവാരം എത്ര അധപ്പതിച്ചിരിക്കുന്നു എന്ന്. ഒട്ടും ആരോഗ്യകരമല്ലാത്ത അനാരോഗ്യകരമായ രീതിയിലേക്ക് നമ്മുടെ കൺസംഷൻ, നമ്മുടെ ഉപഭോഗം മാറി താളം തെറ്റി പോയിരിക്കുകയാണ്. അതായത് റെഡി ടു ഈറ്റ്, റെഡി ടു കുക്ക് എന്നൊക്കെ പറഞ്ഞുള്ള സാധനങ്ങളുണ്ട്. അതായത് കുക്ക് ചെയ്ത സാധനങ്ങൾ നമ്മൾ സ്വിഗ്ഗി വഴിയും സൊമാറ്റോ വഴിയും ഒക്കെ വരുത്തി കഴിക്കുക. അങ്ങനെ നമ്മുടെ ഒട്ടും അധ്വാനിക്കാൻ ഇഷ്ടമില്ലാതെ ആര് എങ്ങനെ ഉണ്ടാക്കി തരുന്നതും കഴിച്ച് അങ്ങ് മുന്നോട്ട് പോകാം എന്നുള്ള ആ ഒരു അലസതയുടെ കൂമ്പാരങ്ങളായി നമ്മുടെ ജീവിതമൊക്കെ അങ്ങ് അലസതയിൽ ആണ്ടുപോവുകയാണ്. അതുകൊണ്ട് എന്താ സംഭവിക്കുക? നമ്മുടെ ആയുർദൈർഘ്യം നഷ്ടപ്പെട്ടു പോകുന്നു. ആയുർദൈർഘ്യം ഉണ്ടായപ്പോ തന്നെയും നമ്മളെ കൊണ്ട് ഒന്നിനും കൊള്ളാത്തവരായി തീർന്നു പോകുന്നു. നമുക്ക് എന്താ പറയാ, നമ്മുടെ ഹ്യൂമൻ ഡെവലപ്മെന്റിന്റെ, അതായത് നമ്മുടെ 60-ന് മുൻപുള്ള ഡിവിഡൻഡ്, പോപ്പുലേഷൻ ഡിവിഡൻഡ് എൻജോയ് ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മൾ ആരോഗ്യമുള്ളവരായിരിക്കണം. അതുപോലെ തന്നെ 60+ പോപ്പുലേഷനുള്ള സിൽവർ ഡിവിഡൻഡ് എന്ന് വെച്ചാൽ അവരുടെ പ്രായത്തെ കുറച്ച് കൊണ്ടുവരാനുള്ള ആഹാര രീതി, അവരുടെ എക്സർസൈസ്, ആയോധന രീതി, ഇത്തരം കാര്യങ്ങളൊക്കെ കൊണ്ട് നമുക്ക് നമ്മുടെ ആയുർദൈർഘ്യം, അതായത് മെച്ചപ്പെട്ട ഒരു ജീവിതം, ആരോഗ്യപരമായ ഒരു ജീവിതം, അതാണ് വേണ്ടത്. അല്ലാതെ എന്തെങ്കിലും വെട്ടി വാരി കഴിച്ച് എന്തെങ്കിലുമൊക്കെ കാണിച്ച് അങ്ങനെ മുന്നോട്ട് പോകലല്ല മനുഷ്യന്റെ ജീവിതം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സന്തോഷമുള്ള ആരോഗ്യകരമായ ഒരു ജീവിതം അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം എക്സർസൈസും അത്യാവശ്യം നമുക്ക് അബ്സോർപ്റ്റീവ് ആയിട്ടുള്ള നമ്മളിൽ ദഹിച്ച് നമ്മുടെ ആരോഗ്യത്തോട് ചേർന്ന് ആരോഗ്യത്തെ ഉദ്ദീപിപ്പിക്കുന്ന തരത്തിലുള്ള ഭക്ഷണം, അതാണ് നമുക്ക് വേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള രീതിയിലേക്ക് നാം നമ്മെ തന്നെ മാറ്റിയെടുക്കുക. അങ്ങനെ മാറ്റിയെടുക്കുമ്പോൾ നമ്മുടെ ഈ വയലേലകളൊക്കെ നെല്ലും മറ്റതുപോലെയുള്ള തിന, ചോളം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കും. പണ്ടത്തേതുപോലെ കരിമ്പ് നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാകും, നമുക്ക് കരിപ്പെട്ടി ഉണ്ടാകും, ശർക്കര ഉണ്ടാകും, പഞ്ചസാര ഉണ്ടാകും. ഇതെല്ലാം നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് വാങ്ങിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഉപഭോക്തൃ വില ഇത്ര ഉയരുന്നത്. നമ്മൾ വിഷം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നമുക്ക് വേണ്ടി കൃഷി ചെയ്യുന്ന വെജിറ്റബിൾസിലൊക്കെ കണ്ടമാനം പെസ്റ്റിസൈഡ്സ് അടിക്കുന്ന കാര്യം
പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ ചാനലുകൾ വഴി ധാരാളം കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പെസ്റ്റിസൈഡ്സ് അടിക്കുമോ? നമ്മുടെ പറമ്പിൽ നമുക്ക് വേണ്ടി നാം കൃഷി ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി നാം മറ്റുള്ള ജോലിക്കാരെ ബംഗാളി വെച്ച് കൃഷി ചെയ്യിപ്പിച്ചോളൂ, പക്ഷെ അപ്പോഴും നമുക്ക് വേണ്ടി കൃഷി ചെയ്യുമ്പോൾ നമ്മൾ കണ്ടമാനം പെസ്റ്റിസൈഡ് അടിക്കില്ല. ഇതെന്റെ വയറ്റിലേക്കാണ് പോകുന്നത്, ഇതെന്റെ ബ്രെയിനിനെ ബാധിക്കുന്നത് എന്ന് നമുക്ക് തോന്നും, ഇതെന്റെ കുഞ്ഞിനാണ് എഫക്ട് ചെയ്യുന്നതെന്ന് നമുക്ക് തോന്നും. അപ്പൊ അങ്ങനെ അതിനെയൊക്കെ പ്രതിരോധിക്കത്തക്ക രീതിയിലുള്ള ഒരു ജീവിത രീതിയിലേക്ക് നമുക്ക് തിരിച്ചു പോകണം. പണ്ടത്തെ മലയാളിയായിട്ട് നമുക്ക് മാറണം. അങ്ങനെ മാറണം എന്നുണ്ടെങ്കിൽ ഡിറ്റർമിനേഷൻ, അതായത് തീവ്രമായ തീരുമാനമെടുക്കാനും ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനും നമുക്ക് കഴിയണം. അങ്ങനെ കഴിഞ്ഞാൽ മാത്രമേ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഗുണപ്രദമായ ജീവിതം നയിക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഈ വിലക്കയറ്റത്തെ കണ്ട് ഒരു പാഠം, ഒരു തീരുമാനം മനസ്സിലെടുക്കുക. എൻ്റെ ആവശ്യത്തിനുള്ള വെജിറ്റബിൾസ് ഞാൻ എൻ്റെ വീട്ടിൽ കൃഷി ചെയ്യും. അതുപോലെ തന്നെ എൻ്റെ വയല് ഞാൻ വെറുതെ ഇട്ടിരിക്കില്ല, അത് ഞാൻ എനിക്ക് കൃഷി ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഞാൻ പാട്ട കൃഷിക്ക് കൊടുക്കും. അങ്ങനെ ഓരോ തുണ്ടുഭൂമിയും പ്രയോജനപ്പെടുത്തുമ്പോൾ നമ്മുടെ ജീവിതം ഇതിനേക്കാളൊക്കെ ഒരുപാട് മെച്ചപ്പെടും. നമ്മുടെ കേരളത്തിന്റെ ഫിസ്ക്കൽ ക്രൈസിസും ഒരുപാട് കുറയും. ഫ്രീ ബീസ് കിട്ടാൻ വേണ്ടി 1000 രൂപ മാസം കിട്ടാൻ വേണ്ടി കൈ നീട്ടി ഇങ്ങനെ വാതിക്കിലേക്ക് കാണാൻ എപ്പോഴാ അത് കൊണ്ടുവരിക, അല്ലെങ്കിൽ അക്കൗണ്ടിൽ ആ എമൗണ്ട് വന്നോ എന്ന് നോക്കിയൊന്നും നമ്മൾ ഇരിക്കേണ്ടി വരില്ല. സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രാപ്തി ഉണ്ടാകും, നമ്മുടെ ആരോഗ്യവും മെച്ചപ്പെടും.